മേഘയുടെ ദേഹത്തില് ഏതോ ഒരു ദുഷ്ടാത്മാവ് കടന്നുകൂടിയിട്ടുണ്ടെന്ന് എന്റെ അച്ഛൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പൊ അവള് കാരണം നിങ്ങളെല്ലാവരും ഒരു പ്രശ്നത്തിലാണ്. പ്രശ്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അത് അച്ഛന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇതിനെല്ലാത്തിനും കാരണം നിന്റെ കയ്യിൽ നീ എടുത്തുകൊണ്ട് വന്ന ആ ബുക്കാ. കണ്ടില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഞാൻ പറഞ്ഞപ്പോ ഇവരാരും ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് വിശ്വസിക്കോ? ഒന്നും മിണ്ടാതിരിക്കെ. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 700 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പേര് കസ്തൂരി. ഒരു രാജകുടുംബത്തിലെ കുട്ടിയായിരുന്നു. അവളൊരു പ്രേമത്തിലകപ്പെട്ടു. ആദിത്യ എന്നൊരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. ആ പയ്യനും ഒരു രാജകുടുംബത്തിലെ അംഗമായിരുന്നു. ആദിത്യന്റെ അമ്മയച്ഛനും അവരുടെ രണ്ടുപേരുടെ സ്നേഹം അംഗീകരിച്ചില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞൂടാ. കസ്തൂരിയുടെ കുടുംബക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം ആദിത്യന്റെ കൂട്ടുകാർ കുറച്ച് വലിയ കൂട്ടരായിരുന്നു. അങ്ങനെ അവര് ഒരു മന്ത്രവാദിയുടെ സഹായം തേടി. ഇത് നോക്കിയേ, അവർ കേട്ടാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം ദുഷ്ടശക്തികളുടെ സഹായത്തോടെ കസ്തൂരിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചു. ഇതല്ലാതെ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. കസ്തൂരിയുടെ ആത്മാവ് ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഒരു ബുക്കിൽ അതിനെ കെട്ടിബന്ധിച്ച് അത് ഒളിപ്പിച്ചു വെച്ചു. എന്ന് ആ ബുക്ക് നിന്റെ കയ്യിൽ വന്നോ, അപ്പൊ സംഭവിക്കാൻ പാടില്ലാത്ത എല്ലാം സംഭവിച്ചു. എത്രയോ വർഷത്തോളം മറച്ചു വയ്ക്കപ്പെട്ട ആ ബുക്ക് ഒരു മന്ത്രവാദിയുടെ മന്ത്രശക്തിയിൽ നിന്ന് മോചിക്കപ്പെട്ട് അതിൽ ബന്ധിച്ചിരുന്ന കസ്തൂരിയുടെ ആത്മാവ് പുറത്തേക്ക് വന്നു. അവളിപ്പോ ആദിത്യനെ അന്വേഷിച്ചോണ്ടിരിക്കുക. അവൾക്കിപ്പോ അവനെ വേണം. അവന് വേണ്ടി അവൾ എന്ത് വേണേലും ചെയ്യും. അതുകൊണ്ട് അവളെ തടയണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് ആ ബുക്കിൽ ചില ശ്ലോകങ്ങളുണ്ട്. അത് നമ്മൾ ഒച്ചത്തിൽ ഉച്ചരിച്ച അവളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ ആത്മാവിനെ നമുക്ക് ഒതുക്കാം. ആ ബുക്കിനോടൊപ്പം അവളെയും എന്നേക്കുമായി പൂട്ടിവെക്കാം. എന്ത് ശ്ലോക അത്? ആ ശ്ലോകത്തിന്റെ പേജ് നമ്പർ. അയ്യോ, എന്താ സംഭവിച്ചേ? അറിയില്ല. ഇതിപ്പോ രണ്ടാമത്തെ തവണ ഇങ്ങനെ വീഴുന്നത്. അതെയോ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അതൊന്നും വേണ്ടെന്നേ. എന്റെ മാമനൊരു വൈദ്യരാണ്. അമ്മ ഇപ്പോഴും അദ്ദേഹത്തെ കാണിക്കുള്ളൂ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളാം. ഇവരെ പൊക്കൂ, ചെയറിലിരുത്താം. എന്താ? എവിടെ നോക്കാൻ നോക്കി? കണ്ണ് തുറന്നല്ലേ ഇരിക്കുന്നേ. എന്നിട്ട് പ്രോബ്ലം എന്താ? അവരിപ്പോഴും അൺകോൺഷ്യസ് ആണ്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ? നിങ്ങൾ കഴിക്ക്, ഞാൻ വിളമ്പാം. വേണ്ട, നീ ഇപ്പൊ നിന്റെ അമ്മേന്റെ ഒപ്പം നിൽക്ക. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ആ അതെ അനു, നീ നിന്റെ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കേ. ഹലോ, എന്ത് പറ്റി നിങ്ങൾക്ക്?
സഡൻ ആയിട്ട് സൈലന്റ് ആയല്ലോ. അത് പിന്നെ എനിക്ക് എന്റെ തല കുറച്ച് നല്ല ഭാരം കൂടിയ പോലെ തോന്നുന്നു. ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു. നിങ്ങൾ ഇനിയും പേജ് നമ്പർ പറഞ്ഞില്ല. ഏത് പേജ് നമ്പർ? ഏ? എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു. എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ അയ്യോ, ഇത്രയും കാശുണ്ടല്ലോ, ഇതുകൊണ്ട് എന്താ ചെയ്യാ? ഒരു പുതിയ വീട് കെട്ടണോ, അല്ല പുതിയൊരു ഭാര്യ വാങ്ങിക്കണോ? എന്താ ചെയ്യാ? കട്ടപ്പാ, ആ? ആരാ? കട്ടപ്പാ, നിങ്ങളോ? വീട്ടിലേക്ക് തന്നെ വന്നോ? നിക്ക് വന്ന് വാതിൽ തുറക്കണ്ട. വേണ്ട. നിങ്ങൾക്ക് പണം കിട്ടിയായിരുന്നോ? എല്ലാം ഞാൻ എണ്ണിക്കൊണ്ടിരിക്കാം. അത് പുതിയ നോട്ടായതുകൊണ്ട് ഒന്നിനൊന്ന് ഒട്ടിക്കിടക്ക. ഒരുപാട് കാശുണ്ട് കേട്ടോ. എന്നാലും എനിക്കും എന്റെ ഭാര്യയ്ക്കും കുറച്ച് പേടിയില്ലാതില്ല. പോലീസുകാർ വന്ന് പിടിച്ചാൽ എന്താ ചെയ്യാ? പോലീസ് വരുന്ന കാര്യത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട കട്ടപ്പാ. നിങ്ങൾക്ക് സന്തോഷം തന്നെയല്ലേ? സന്തോഷം തന്നെ. നീ എന്റെ മുമ്പിലുണ്ടായിരുന്നു, നിന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചു. അയ്യോ, എന്റെ ഭാര്യയുണ്ട്. ഞാൻ നിന്നോട് തെറ്റായി സംസാരിച്ചു. എന്റെ ഭാര്യക്ക് നിന്നെ കണ്ടേ മതിയാവുന്നാ പറയുന്നത്. നിങ്ങളിപ്പോ എനിക്കൊരു സഹായം ചെയ്യണം. എന്താ ചെയ്യണ്ടേ പറയേ. ദൂരെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആ രഘുനാഥ് ശാസ്ത്രി, അവനെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ. അവൻ എനിക്കൊരു തടസ്സമായി നിൽക്കുകയാണ്. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവനിലുള്ള ശക്തി അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എങ്കിലേ ഞാൻ അവനെ തട്ടിയേക്കട്ടെ. നീ ശരിയെന്ന് പറഞ്ഞ ഈ രണ്ട് കൈകൊണ്ട് ഞാൻ അവനെ കൊതറിയെടുക്കും. നീ ശരിക്കും അങ്ങനെ ചെയ്യോ കട്ടപ്പാ? എന്റെ അമ്മയുടെ മേലെ സത്യം ചെയ്ത് പറയാ. എനിക്കൊന്നും അറിയില്ല. ഇയാൾ എന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വന്നപ്പോ ഞാൻ ഇയാളെ കഴുത്ത് പിടിച്ച് അമർത്തി. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നോട് ക്ഷമിക്കണേ. അറിയാതെ ചെയ്തു പോയതാ. എന്നോട് ക്ഷമിക്കണേ. കട്ടപ്പാ, അതെ കട്ടപ്പാ, ഇത് ഞാൻ തന്നെയാ. കസ്തൂരി മഹാൽ എന്റേതാണ്. എന്റെ ശബ്ദം നിനക്ക് മനസ്സിലായോ കട്ടപ്പാ? എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ വിട്ടേക്ക്. ഞാൻ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാം. നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാം. ഞാൻ പറയുന്നത് അതേപോലെ ചെയ്യുന്നോണ്ട് നിന്നെ എനിക്ക് കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. അതെ, കൊല്ലാൻ പാടില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തു. അതിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പണം തന്നു. ഇപ്പൊ തന്നെ
ഈ നാട് വിട്ട് നീ ഇങ്ങോട്ടെങ്കിലും പോ. പോകുന്നതിന് മുമ്പ് ഒരു സഹായം കൂടി ചെയ്യണം. എന്താ? എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേഗം പറ. അവരെല്ലാവരും കസ്തൂരി മഹാലിലേക്ക് വരണം. നീ വിഷമിക്കണ്ട, എല്ലാരെയും വിളിച്ചോണ്ടുവരാ. അമ്മ സത്യം ഞാൻ വിളിച്ചോണ്ടുവരാ.